തമിഴ്നാട്ടിൽ NCC സി ലെവൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം നടത്തിയ ശേഷം മറ്റൊരു തീയതി പ്രഖ്യാപിക്കുമെന്നാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച നിർദ്ദേശം. ഭാരതം മുഴുവൻ ഒരു ചോദ്യപേപ്പറാണ് പരീക്ഷയ്ക്ക് ഉള്ളത്. ഇന്നലെ 17-നും ഇന്ന് 18-നുമായിട്ട് ഇന്ത്യ മുഴുവനും NCCയുടെ സി സർട്ടിഫിക്കറ്റ് എക്സാം നടത്തിയായിരുന്നു. ആൾ ഓവർ ഇന്ത്യ നടത്തുന്ന എക്സാമാണ്. അപ്പോൾ ഇതിനൊറ്റ സിംഗിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 17-ന് പ്രാക്ടിക്കൽ എക്സാമാണ്. പ്രാക്ടിക്കൽ എക്സാം ഇന്നലെ എല്ലാ സെൻറ്ററിലും കഴിഞ്ഞു. പക്ഷേ ഇന്ന് റിട്ടേൺ എക്സാം ആയിരുന്നു. റിട്ടേൺ എക്സാം ഇന്ന് എഴുതാൻ ചെന്ന സമയത്താണെങ്കിൽ ആദ്യം എല്ലാവരെയും ഹാളിൽ കയറ്റി പെട്ടെന്ന് തിരിച്ചു വിളിച്ചിട്ട് പെട്ടെന്ന് പറയുമായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. അതേ തുടർന്ന് ഇന്ത്യയിലുള്ള ഫുൾ എക്സാം ക്യാൻസൽ ചെയ്ത് വെച്ച് അടുത്ത ഡേറ്റ് ഉടൻ തന്നെ അറിയിക്കും. ചിലപ്പോൾ ഇനി പ്രാക്ടിക്കൽ കാണും, ചിലപ്പോൾ കാണത്തില്ല. പ്രാക്ടിക്കലാണ് ഇൻ കേസ് കാണാതിരിക്കുക എന്നാണ് പറഞ്ഞത്. വീണ്ടും എന്തായാലും റിട്ടേൺ എക്സാം ഇനി വേറെ ഡേറ്റിലേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ട് എക്സാം ഫുൾ ഇന്നത്തെ എക്സാം ഇന്ന് ഇന്ത്യയിൽ നടക്കായിരുന്ന NCCയുടെ സി സർട്ടിഫിക്കറ്റ് എക്സാം ഫുൾ ക്യാൻസൽ ചെയ്ത്. മനോജ് ചേരുന്നു. മനോജ്, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, ഇന്നലെയും ഇന്നുമായി ഭാരതമൊട്ടാകെ നടന്നിട്ടുള്ള പരീക്ഷയാണ് ഈ ഓൾ ഇന്ത്യ NCC സി ലെവൽ ആർമി വിങ്ങിന്റെ ഈ എക്സാം. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നും ചോദ്യപേപ്പർ ചോർന്നുവെന്ന കാരണം പറഞ്ഞാണ് വിദ്യാർത്ഥികളോട് ഇന്ന് ഈ പരീക്ഷ ഇല്ലെന്ന് വിവരം അറിയിക്കുന്നത്. ഇതിൽ തന്നെ നിരവധി സെന്ററുകളിലായി ഒട്ടനവധി വിദ്യാർത്ഥികൾ ഈ എക്സാമിനായി പോയിരുന്നു. ഇന്ന് രാവിലെ പരീക്ഷ എഴുതുന്ന സമയത്താണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ലഭിക്കുന്നത്. തുടർന്ന് ഇവരെല്ലാം ഒരുമിച്ച് നിർത്തി തന്നെ ഈ NCCയുടെ മറ്റ് അധികൃതർ എത്തി തമിഴ്നാട്ടിൽ നിന്നുമാണ് ഈ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നതെന്നും ഇനി മറ്റൊരു തീയതി അറിയിക്കുമെന്നും പറയുകയായിരുന്നു. ഇനിയും പ്രാക്ടിക്കൽ ഉൾപ്പെടെ ചെയ്യണമോ എന്ന ആശങ്കയിലാണ് ഈ വിദ്യാർത്ഥികൾ നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ പ്രാക്ടിക്കൽ ഒക്കെ നടന്നത്. 17, 18 തീയതികളിലായാണ് ഈ നോട്ടിഫിക്കേഷനിൽ എക്സാം ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രകാരമാണ് വിവിധ സെന്ററുകളിലായി വിദ്യാർത്ഥികൾ പോയി ഈ പരീക്ഷ അറ്റൻഡ് ചെയ്തത്. അതിനുശേഷം ഇത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള ഒരു വാർത്ത അറിയുന്നു. തുടർന്ന് വിദ്യാർത്ഥികളോട് പരീക്ഷ എഴുതുന്നത് നിർത്താൻ പറയുന്നു. പിന്നീടാണ് ഈ വിവരം അറിയിക്കുന്നത്. എന്തായാലും ഓൾ ഇന്ത്യ തലത്തിൽ, അതായത് ഭാരതമൊട്ടാകെ ഒരു ചോദ്യപേപ്പറാണ് ഈ പരീക്ഷയ്ക്കുള്ളത്. ഇതിൽ തന്നെ നേരത്തെയും ഇത്തരത്തിൽ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പരീക്ഷകളിൽ ഉൾപ്പെടെ ഈ ചോദ്യപേപ്പർ ചോർന്നതായുള്ള ഒരു വിഷയം നിലനിൽക്കെ തന്നെയാണ് ഈ NCCയുടെ ചോദ്യപേപ്പറും ഇപ്പോൾ ചോർന്നിരിക്കുന്നത്. NCC സി ലെവൽ ആർമി വിങ്ങിന്റെ പരീക്ഷയാണ് ഇന്ന് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വെപ്പൺ ടെസ്റ്റ് ഉൾപ്പെടെയൊക്കെ നടന്നിരുന്നു. പ്രാക്ടിക്കലിലും മുഴുവനായും ഈ വിദ്യാർത്ഥികൾ പങ്കെടുത്ത് അതിൽ വിജയം കൈവരിച്ചാണ് ഈ റിട്ടേൺ ടെസ്റ്റിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ തയ്യാറെടുത്തത്. ആ വിദ്യാർത്ഥികളാണ് ഇന്ന് നിരാശയോടെ മടങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ തന്നെ ഈ വിവരം അറിയിച്ചിരുന്നു. അവർക്ക് ലഭിച്ച നിർദ്ദേശം ഇങ്ങനെയാണെന്നുള്ള കാര്യം. എന്തായാലും തമിഴ്നാട്ടിൽ ഇത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നു. ഭാരതമൊട്ടാകെ തന്നെ ഈ പരീക്ഷ മാറ്റിവെക്കാൻ. മനോജ്, ഇപ്പോൾ നിലവിൽ ഏതു രീതിയിലുള്ള അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? കാരണം ഇതത്ര നിസ്സാരമായ കാര്യമല്ലല്ലോ. ഭാരതം മുഴുവനുള്ള ഒരു പരീക്ഷയാണ്. അതിന്റെ ചോദ്യപേപ്പർ തമിഴ്നാട്ടിൽ ചോരുമ്പോൾ ഇത് ഏതു രീതിയിലാണ് ചോർന്നത് എന്നുള്ളതിന്റെ ഉറവിടം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഏത് രീതിയിലുള്ള അന്വേഷണമാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ ഈ എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ NCC അധികൃതരോടും മറ്റ് അതായത് ഈ സെന്ററുകളിലെ അധ്യാപകരോടും ഉൾപ്പെടെ, അതായത് ഈ NCCയുടെ കേഡറ്റുമാരായിട്ടുള്ള അധികൃതരും ഉള്ളവരാണ് ഈ ഒരു എക്സാം നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ തന്നെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൽ ചോർന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണം ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു ചോർച്ചയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ NCCയുടെ അധികൃതർ ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾക്കാണ് നിരാശയോടെ മടങ്ങേണ്ടി വന്നത്. പലരും പല സെന്ററുകളായി, അതായത് സ്വന്തം നാട്ടിലല്ല മറ്റ് നാടുകളിൽ പോയിട്ടാണ് ഇത്തരത്തിൽ ഈ പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഭാരതമൊട്ടാകെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഇത്തരത്തിൽ ഇന്ന് ഈ പരീക്ഷ മാറ്റിവെച്ചതിനെ തുടർന്ന് നിരാശരായി മടങ്ങേണ്ട വന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. രോഹിണി. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.